ദിവസങ്ങൾ പിന്നിട്ടിട്ടും വെഞ്ഞാറമൂട് കൂട്ടക്കൊല ഉണ്ടാക്കിയ ഞെട്ടൽ മാറിയിട്ടില്ല. ഏറെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് കേസിലെ പ്രതി അഫാൻ്റെ വാപ്പ റഹീം ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത്. വലിയൊരു ദുരന്തമേൽപ്പിച്ച ആഘാതത്തിലാണ് റഹീം. മൂത്ത മകൻ കൊലപ്പെടുത്തിയത് ഉമ്മയെയും സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും ഇളയ മകനെയുമാണ്. ഭാര്യ ആക്രമണത്തിൻ്റെ പരിക്കിൽ നിന്നും ഷോക്കിൽ നിന്നും പൂർണ്ണമായും മുക്തമായിട്ടില്ല. മാനസികമായി മാത്രമല്ല, സാമ്പത്തികമായും തളർന്നിരിക്കുകയാണ് റഹീം. ഇത്രയും മോശമായൊരു മാനസികാവസ്ഥയിലേക്ക് തൻ്റെ മകനെ നയിച്ചതെന്തെന്ന് റഹീമിന് ഇപ്പോഴും അറിയില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് മാറിമറിഞ്ഞ ജീവിതം റഹീമിന് മുന്നിൽ ഇന്നൊരു ചോദ്യചിഹ്നമാണ്. ചികിത്സയിലുള്ള ഭാര്യ ഷമിയെ വീട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല. തുടർ ചികിത്സയ്ക്ക് പണമില്ല. നിലവിലൊരു ഷെൽട്ടർ ഹോമിലാണ് ഷമിയെ മാറ്റിയിരിക്കുന്നത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊലപാതകം നടന്ന വീട് പൂട്ടിയിരിക്കുകയാണ്. ഇനി ആ വീട് തിരികെ കിട്ടിയാലും മക്കളുടെ ഓർമ്മകളുള്ള അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് റഹീം പറയുന്നു. അഫാൻ കുടുംബത്തിലുള്ളവരെ കൊലപ്പെടുത്തിയതിനാൽ ബന്ധുക്കളിൽ പലരും കുടുംബത്തോട് അകന്നു നിൽക്കുകയാണ്. ഇത്രയേറെ നേരിടേണ്ടി വരുമ്പോൾ തുടർന്ന് ജീവിക്കാനുള്ള കരുത്തുണ്ടോ എന്ന ചോദ്യത്തിന് ജനിച്ചു പോയില്ലേ, മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് റഹീമിൻ്റെ മറുപടി. അഫാൻ തൻ്റെ മകനാണെന്നും എന്നാൽ ചെയ്ത കുറ്റത്തിന് നിയമം അനുസരിച്ചുള്ള ശിക്ഷ ലഭിക്കണമെന്നും ആ പിതാവ് പറയുന്നു. വളരെ സന്തോഷത്തോടു കൂടി തന്നെ കഴിഞ്ഞു പോകുന്ന കുടുംബമാണ് തൻ്റേതെന്നാണ് അദ്ദേഹം പറയുന്നത്. കോവിഡിന് ശേഷമാണ് സാമ്പത്തിക ബാധ്യതകൾ തുടങ്ങുന്നതെന്നും കഴിഞ്ഞ 2.5 മാസത്തിനുള്ളിലാണ് അതല്പം ഞെരുക്കത്തിലെത്തിയതെന്നും അദ്ദേഹം പറയുന്നു. 50 ലക്ഷത്തോളം കടബാധ്യതയാണ് ഇത്തരം ഒരു കൂട്ടക്കൊലയിലേക്ക് അഫാനെ നയിച്ചതെന്ന് പറയുമ്പോഴും അത്രയും വലിയൊരു തുക കടബാധ്യതയെക്കുറിച്ച് തനിക്ക് അറിവുണ്ടായിരുന്നില്ലെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. 15 ലക്ഷം രൂപയോളം തനിക്ക് കടമുണ്ടായിരുന്നെന്നും എന്നാൽ തൻ്റെ വീടും സ്ഥലവും വിറ്റ് ആ കടം വീട്ടാനുള്ള ചിന്തയിലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ബോധം തിരിച്ചു കിട്ടി സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷവും മകനെതിരെ മൊഴി നൽകാൻ ഷമി തയ്യാറായിട്ടില്ല. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് തന്നെയാണ് ഷമി പറയുന്നത്. പ്രിയപ്പെട്ടവരെയെല്ലാം കൊന്നത് തൻ്റെ മൂത്ത മകനാണെന്ന് വിശ്വസിക്കാൻ അവർക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. പാറ്റയെപ്പോലും പേടിയായിരുന്ന അഫാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് ഉമ്മ ചോദിച്ചതെന്നും റഹീം പറയുന്നു. അതിനിടയിൽ 8 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്ന സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ പണം തിരികെ അടയ്ക്കാനായി നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ഷമിയുടെ മൊഴി പുറത്തു വന്നിരുന്നു. ബാങ്കിലെ വായ്പ അടയ്ക്കാനായി കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും 4 ലക്ഷം രൂപ റഹീം അയച്ചു നൽകിയിരുന്നു. എന്നാൽ അതിൽ 2 ലക്ഷം രൂപ മാത്രമേ ബാങ്കിൽ അടച്ചുള്ളൂ. ബാക്കി തുക എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഷമി നൽകുന്നില്ല. എന്നാൽ ഈ തുക അഫാൻ അവസാനമായി കൊലപ്പെടുത്താനായി ഉദ്ദേശിച്ചിരുന്ന സ്ത്രീയുടെയും മകളുടെയും ബാധ്യത തീർക്കാൻ ഉപയോഗിച്ച് കാണുമെന്നാണ് കരുതുന്നത്. ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപ വായ്പ എടുത്തതിൻ്റെയും 2 ലക്ഷം രൂപ ഒറ്റത്തവണയായി അടച്ചതിൻ്റെയും രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്.